രാവിലെ മുതൽ കേട്ടു തുടങ്ങിയ ഒരു വാർത്തയായിരുന്നു യമനിൽ ഇസ്രയേൽ നടത്തിയ ഹൂതികൾക്ക് നേരെയുള്ള ഒരു വലിയ ആക്രമണത്തിനിടയിൽ തലനാരിഴയ്ക്കാണ് ലോകാരോഗ്യ സംഘടന തലവൻ പോലും രക്ഷപ്പെട്ടത്. അതിൻ്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് ഇസ്രയേൽ രണ്ടും കൽപ്പിച്ച് ഹൂതികളുടെ തല ചിതറിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നത്. മറുഭാഗത്ത് റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ തുരുതുരയായുള്ള ആക്രമണം, ക്രിസ്തുമസ് ദിവസം മുതൽ കാണാൻ തുടങ്ങിയ വിഷയങ്ങൾ, അവിടുത്തെ പടുകൂറ്റൻ മാളുകളൊക്കെ തന്നെ നിലംപതിക്കുന്ന വാർത്തകൾ, പാശ്ചാത്യ ശക്തികൾ ഒരുമിച്ചുകൊണ്ട് റഷ്യയെ വരിഞ്ഞുകെട്ടാനായി ഇറങ്ങിയോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതിനിടയിൽ സിറിയയെ രക്ഷിക്കാൻ റഷ്യയ്ക്ക് കഴിയാത്തതിൻ്റെ വിവരവും പുറത്തു വരുന്നു. അപ്പോൾ തന്നെയാണ് ഒരു അണുബോംബിടാനായി ഇസ്രയേൽ കോപ്പുകൂട്ടിയോ എന്നുള്ള സംശയങ്ങൾ പോലും ഉയർന്നു കേൾക്കുന്നത്. അതിന് സമാനമായ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് സിറിയയിൽ ഇതിനോടകം ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ നടത്തിയത് എന്നുള്ള വിവരങ്ങളും ചില മാധ്യമങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഡിസംബർ 16 അന്ന് തന്നെയായിരുന്നു ഇസ്രയേൽ സിറിയയുടെ നേർക്ക് മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധശേഖരങ്ങൾ തകർക്കാനായി ഒരു ആണവായുധം ഇട്ടു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. അന്ന് ആ ആക്രമണത്തെ തുടർന്ന് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്നും ഏകദേശം 1000 കിലോമീറ്ററിനടുത്ത്, കൃത്യമായി പറഞ്ഞാൽ 820ഓളം കിലോമീറ്റർ അകലെയുള്ള ഒരു രാജ്യത്ത് പോലും, തുർക്കിയിലെ ഇസ്നിക് എന്ന് പറയുന്ന മേഖലയിൽ പോലും ഈ സ്ഫോടനത്തിൻ്റെ പ്രകമ്പനമുണ്ടായിരുന്നു. അവിടെ റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ പ്രകമ്പനം ഉണ്ടായി എന്നുള്ള വിവരം അന്ന് തന്നെ പുറത്തു വന്നതാണ്. പിന്നാലെയാണ് ഇതൊരു അണുബോംബാണോ എന്നുള്ള സംശയങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. ആണവ ബോംബിട്ടതാണെന്ന് തന്നെയാണ് റഷ്യയും തറപ്പിച്ച് പറയുന്നത്. സിറിയയ്ക്ക് നേരെ ശക്തമായ ആണവ ബോംബ് ആക്രമണം നേരത്തെ തന്നെ ഇസ്രയേൽ കണക്ക് കൂട്ടിയതായിരുന്നു. പക്ഷേ റഷ്യ ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് അത്രയും നാൾ അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് ഇസ്രയേൽ കടക്കാതിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലുണ്ടായ വിമത നീക്കമൊക്കെ അനുകൂലമായി കണ്ടു തന്നെയാണ് ഇസ്രയേലും ഈ ആക്രമണം നടത്തിയത്. വിമത നേതാക്കൾക്കുള്ള എല്ലാവിധ സഹായവും ഇസ്രയേൽ ചെയ്തു നൽകിയെന്ന് പിന്നീട് തുറന്ന് സമ്മതിച്ചത്, അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കാനായി സഹായങ്ങൾ നൽകിയെന്ന് എടുത്തു പറഞ്ഞത്, ഇതൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ആണവായുധ നീക്കം നടത്തിയതായിട്ടുള്ള വിവരം തന്നെയാണ് റഷ്യ ആരോപിക്കുന്നത്. അമേരിക്ക വികസിപ്പിച്ചെടുത്ത ഒരു മിനി ന്യൂക്ലിയർ ബോംബായിട്ടുള്ള B-61 ആയിരിക്കും ഇവിടെ ഉപയോഗിച്ചതെന്നാണ് റഷ്യയുടെ ആരോപണം. ഭൂമികുലുക്കം അളക്കുന്ന റിക്ടർ സ്കെയിലിൽ പോലും, ഭൂകമ്പ മാപിനിയിൽ പോലും അന്ന് ശക്തിയേറിയ ഒരു സ്ഫോടനം ഉണ്ടായതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആണവ സ്ഫോടനം ഉണ്ടായാൽ മാത്രമാണ് ഇത്രയധികം ഭൂകമ്പ സമാനമായിട്ടുള്ള രീതിയിൽ ഭൂമി കുലുങ്ങി വിറയ്ക്കുന്നത്. വലിയ ശബ്ദത്തോടെ ഈ മിസൈൽ നിർമ്മാണശാല അടക്കമുള്ള സിറിയയുടെ ആയുധ സംഭരണശാലകളിലൊക്കെ തന്നെ നശിപ്പിച്ച് വെണ്ണീറാക്കുകയായിരുന്നു. 20 മണിക്കൂറിന് ശേഷം തുർക്കിയിലും സൈപ്രസിലും വരെ ഇതിൻ്റെ ആണവ വികിരണം ഉണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. റേഡിയേഷനുകൾ ആ മേഖലയിൽ വരെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ആരോപണം പ്രധാനമായും ഉയരുന്നത്. ഇനി ഇതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് യമനിൽ ഹൂതി വിമതരുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ പിന്നെയും ഒരു വ്യോമാക്രമണം നടത്തി എന്നുള്ളത്. യമൻ തലസ്ഥാനമായിട്ടുള്ള സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും അതിനോട് ചേർന്നുള്ള അൽ ദിലാമി സൈനിക താവളത്തിലും ഉൾപ്പെടെ തന്നെയാണ് ഈ ആക്രമണം രൂക്ഷമായി നടത്തിയത്. ഇറാനിൽ നിന്നുള്ള ആയുധക്കടത്ത് മറയാക്കുന്ന സൈനിക കേന്ദ്രങ്ങളെ തന്നെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് എടുത്തു പറയുന്നു. യമനിലെ വിമാനത്താവളത്തിൽ ഇസ്രയേൽ നടത്തിയ ഈ വ്യോമാക്രമണത്തിൽ തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ട ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദനോം ഗിബ്രിയേസസും ഇക്കാര്യം എടുത്തു പറയുന്നു. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അദ്ദേഹം ഈ വിവരം പറയുന്നത്. താൻ വിമാനം കയറാനായി ശ്രമിക്കുന്നതിനിടയിൽ തൻ്റെ സമീപത്തായി തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായത്. UN വിമാനത്താവളത്തിലെ ഒരു ജീവനക്കാരന് പരിക്ക് സംഭവിച്ചുവെന്നും ലോകാരോഗ്യ സംഘടനാ തലവൻ ഗിബ്രിയേസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സൈനിക കേന്ദ്രം ഹൂതി വിമതർ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചതായും അതുകൊണ്ടാണ് തങ്ങൾക്ക് ഇവിടം ലക്ഷ്യമിടേണ്ടി വന്നതെന്നുമാണ് ഇസ്രയേലിന്റെ വിശദീകരണവും.